അങ്ങനെ നീണ്ട 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം സന്യാസിനിമാർക്ക് ജാമ്യം ലഭിച്ചു, പുറത്തിറങ്ങി. ജാമ്യം ലഭിച്ചു എന്ന് കരുതി അവർക്ക് നീതി ലഭിച്ചു എന്ന് പറയാനാകുമോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നീതി ലഭിച്ചു എന്ന് പറയണമെങ്കിൽ അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ, അവർക്കെതിരെയുള്ള കേസ് റദ്ദ് ചെയ്യപ്പെടണം. കാരണം അവർക്കെതിരെ ആരോപിക്കപ്പെട്ട 2 കുറ്റങ്ങളും, ഒന്ന് മനുഷ്യക്കടത്ത്, 2 മതപരിവർത്തനം, രണ്ടും ഈ കേസിൽ നിലനിൽക്കുന്നതല്ല. നോക്കൂ, മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞാൽ അനധികൃതമായി അഥവാ നിയമവിരുദ്ധമായി മനുഷ്യരെ മറ്റു സ്ഥലങ്ങളിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നതിനെയാണ് പറയുന്നത്. അതല്ലാതെ ഇന്ത്യയുടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നതിന് ഒരിക്കലും മനുഷ്യക്കടത്ത് എന്ന് പറയാനാവുകയില്ല. മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം നടത്തിയതായി യാതൊരു തെളിവുമില്ല. തെളിവില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പരിപാടി അവിടെ നടന്നിട്ടേയില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ആരോപിക്കപ്പെട്ട 2 കുറ്റങ്ങളും നിലനിൽക്കുന്നതല്ല കോടതിയിൽ. അതുകൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള കേസ് റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്. 2, അവരെ തടഞ്ഞു വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തിയ ആ ക്രിമിനലുകളെ, ബജരംഗ് പ്രവർത്തകരെ, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇന്ത്യക്ക് ഭരണഘടനയുണ്ട്, ആർക്കും ആരെയും തടയാനൊന്നും പറ്റുമല്ല. അതിന് നിയമവും കോടതിയൊക്കെയുണ്ട്. അതെ, അവർക്കെതിരെ നടപടി എടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഈ സന്യാസിനികൾക്ക് നീതി ലഭിച്ചു എന്ന് പറയാനാവുകയുള്ളൂ. നമ്മൾ നോക്കിക്കാണുന്ന മറ്റൊരു കാര്യമുണ്ട്. ബജരംഗ് ദൾ പ്രവർത്തകരോ ചില പറയുന്നത് കേട്ടു അവരെ പുറത്താക്കിയതാണ് പാർട്ടിയിൽ നിന്ന്. എന്തോ ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിലെല്ലാം ഫലം അനുഭവിക്കേണ്ടി വരുന്നത് BJP ആണ്. BJP എന്ന പാർട്ടിയാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ. കാരണം കേരളത്തിലെ 2 സന്യാസിനിമാരോട് ഛത്തീസ്ഗഡിൽ വെച്ച് ആരും എന്തോ ചെയ്തതിന് ഫലം അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിലെ BJP ആണ്. അതുകൊണ്ട് തന്നെയാണ് ആ BJP പ്രസിഡന്റും മറ്റ് നേതാക്കന്മാരും ഒരിക്കലും സന്യാസിനിമാർ തെറ്റിച്ചേരാണെന്ന് പറഞ്ഞില്ല. അവരെ ന്യായീകരിക്കുകയും അവർ കൂടെ നിൽക്കുകയും ചെയ്തു. എന്നിട്ടും പൊതുവെയുള്ള ചേതോവികാരം എന്ന് പറയുന്നത് BJP സന്യാസിനിമാർക്കെതിരെ എന്തോ ചെയ്തു എന്നുള്ളതാണ്. ഫലം അനുഭവിക്കേണ്ടി വരും അടുത്ത ഇലക്ഷനിൽ. പഞ്ചായത്ത് ഇലക്ഷൻ വരിക. ആ ഇലക്ഷനില് ഇത് പ്രധാന ചർച്ചാ വിഷയമാകുന്ന സംശയമില്ല. ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ BJPക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും. ഇവിടെ മാത്രമല്ല, മറ്റു പലയിടങ്ങളിലും ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും. അതാണ് ഈ സംഭവത്തിന്റെ ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത്. ബജരംഗ് ദളാണോ ചെയ്തത്, ശ്രീരാമസേനയാണോ, ഹനുമാൻ സേനയാണോ, ഇതൊന്നും വിഷയമല്ല. ആത്യന്തികമായി രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJP ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ BJP ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ച, ഞങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധമല്ല, കുറഞ്ഞപക്ഷം ക്രിസ്ത്യൻ വിരുദ്ധമല്ല എന്നൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ച ഇമേജ്, കുറെ കാലമായി ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇമേജ്, അതിന് കനത്തിരിച്ചടിയാണ് ഈ സംഭവം എന്ന് പറയേണ്ടി വരും. ഏതാണെങ്കിലും ഇതിന്റെ പ്രതിഫലനങ്ങൾ ഇലക്ഷനിൽ ഉണ്ടാകുമെന്നുള്ളത്, ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടാകുമെന്നുള്ളത് ഒരു സംശയവുമില്ല. ബാക്കിയെല്ലാം കാത്തിരുന്ന് കാണാം.